ജയ് ശ്രീകൃഷ്ണ. ഗുരുവായൂരപ്പന് ചകിരി തുലാഭാരം ചെയ്യാം എന്ന് പറഞ്ഞു നേർന്ന ഒരു അപ്പൂപ്പൻ്റെ കഥ നിങ്ങൾക്കറിയോ? ഒരിടത്തൊരിടത്ത് ഒരു വൃദ്ധനായ മുത്തശ്ശനുണ്ടായിരുന്നു. ദരിദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ പണമൊന്നും തന്നെ ഇല്ല. ഗുരുവായൂരപ്പനെ സാധാരണ രീതിയിൽ തന്നെ പോയി കണ്ട് കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാതെ വിഷമിച്ച് കണ്ടിരുന്ന ഒരു വൃദ്ധനായ മുത്തശ്ശനായിരുന്നു അത്. ഒരു ദിവസം ഗുരുവായൂരപ്പനെ കാണുവാനായി ക്ഷേത്രത്തിൽ പോവുകയും തന്നെ ധനികനാക്കുവാണെങ്കിൽ താൻ ചകിരി കൊണ്ട് തുലാഭാരം ചെയ്യാമെന്നും ഗുരുവായൂരപ്പന് വാക്കു കൊടുക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് വൃദ്ധനായ മുത്തശ്ശൻ്റെ വീട്ടിൽ സമ്പത്ത് വരുവാനായി തുടങ്ങി. അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി കാലം കടന്നുപോയി. വീട്ടിലെല്ലാവരെയും കൊണ്ട് ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോഴാണ് താൻ എന്ന് പറഞ്ഞ നേർച്ച വൃദ്ധനായ മുത്തശ്ശൻ ഓർക്കുന്നത്. പക്ഷേ അവരുടെ മുമ്പിൽ വെച്ച് ചകിരിയാണ് താൻ തുലാഭാരം ചെയ്യാം എന്ന് പറഞ്ഞത് എന്ന് പറയാൻ മുത്തശ്ശന് ലജ്ജ തോന്നി. അതുകൊണ്ട് തന്നെ കദളിപ്പഴമാണ് തുലാഭാരത്തിൽ തൂക്കാമെന്ന് പറഞ്ഞതെന്ന് വൃദ്ധനായ മുത്തശ്ശൻ കള്ളം പറഞ്ഞു. എത്ര കദളിപ്പഴം വെച്ചിട്ടും തുലാഭാരം തട്ട് പൊങ്ങുന്നില്ല. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ചോദിച്ചു, കദളിപ്പഴം തന്നെയാണോ പറഞ്ഞത്? അപ്പോൾ മുത്തശ്ശൻ വീണ്ടും കള്ളം പറഞ്ഞു, താമരമുട്ടുകളാണ് പറഞ്ഞതെന്ന്. പക്ഷേ അപ്പോഴും തുലാഭാരത്തട്ട് പൊങ്ങിയില്ല. അപ്പോൾ ജോലിക്കാർ പറഞ്ഞു, പറഞ്ഞ സാധനം വെക്കാതെ തുലാഭാരത്തട്ട് പൊങ്ങില്ല എന്ന്. വൃദ്ധനായ മുത്തശ്ശൻ ഗുരുവായൂരപ്പനോട് മാപ്പപേക്ഷിച്ചു. ചകിരി വെച്ചപ്പോൾ തുലാഭാരത്തട്ട് പൊങ്ങി. Thanks for watching. Subscribe for more videos.